ഒന്നും പാചകം ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരു കാര്യം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചായയും ചോറുവാ. സാമ്പാർ ഞാൻ പറഞ്ഞ അവിയലും ചമ്മന്തി. ഇതെനിക്ക് പിങ്ക് കളറായിരിക്കണം എൻ്റെ ചമ്മന്തി, ഒത്തിരി അരയാതെ. അതെൻ്റെ അമ്മ, കാരണം ചമ്മന്തി മാത്രം ഒരാൾ സ്ട്രെയിറ്റ് കൈകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ അമ്മ തന്നെ അരയ്ക്കണം എന്ന് എനിക്കുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കലച്ചേച്ചി, ഞങ്ങൾ പണ്ട് അശോകനഗർ വീട്ടിലുള്ളപ്പോൾ കലച്ചേച്ചി അന്നേ ഒരുവിധം എല്ലാം പാചകമൊക്കെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അന്ന് ഞങ്ങളുടെ വീട്ടിൽ 3 സ്ത്രീകളുണ്ട്, കിച്ചണി മാത്രം 2 പേരുണ്ട്. പക്ഷേ അവൾ കയറി ഓരോന്ന് പരീക്ഷിക്കും. ചില പരീക്ഷണങ്ങളൊക്കെ മോളെ ആയുസിൻ്റെ ബലത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് കേൾക്കണ്ട, ഇന്ന് എക്സ്പെർട്ടാ. പൊടിമൂളി ചെയ്യുന്നൊരു കാര്യം കേട്ടോ, വഴുതനങ്ങ വീക്ക്നെസ്സാണ്. ആരോ കൊച്ചിന് പോയ ജന്മം വഴുതനങ്ങ വിഷം വെച്ച് കൊന്നു. തമാശയില്ലടാ. ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, തമിഴ് പടം കഴിഞ്ഞു ഒരു നൈറ്റി എടുത്ത് അങ്ങോട്ടിടും. അപ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ അന്ന് നിന്ന സ്ത്രീകൾ ലക്ഷ്മിയമ്മയൊക്കെ വെച്ചു, മോളെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ, എടുത്ത് വെക്കട്ടെ. ഇപ്പം എവക്ക് വഴുതനങ്ങയാണെന്നുള്ളവിടെ മോൻ കണ്ടാ അറിയാം. ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഉടനെ ഇങ്ങോട്ട് വരുമ്പോൾ പരികർമ്മി ആരെന്നറിയോ? കലച്ചേച്ചി. ഞാനിതിനൊന്നും കൂടെ കയറൂല. കലച്ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു, മക്കളെ അരിയട്ടെ. ഇന്ന് നീട്ടിയാണോ അതോ റൗണ്ടാണോ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇവർ ചെയ്തിട്ട് പുതിയ പരീക്ഷണം. ഒരു ആനീസ് കിച്ചൺ ആണെന്നാണ് അവരുടെ വിചാരം. നീട്ടി അങ്ങോട്ട് അരിഞ്ഞ് കുറേ സവാളയും കൂന കൂട്ടി വെച്ചിരിക്കുക. ഇവളുമാരുടെ മുഖമേ കണ്ടുകൂടാ, കാരണം അത്രയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇരിക്കുക വഴുതനങ്ങയും. ഇതെന്തിന് അമ്മ, മക്കളെ ഇത്രയും എന്തിനാ? അമ്മ ചുമ്മാ അമ്മ പറഞ്ഞു തരാം. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ വഴുതനങ്ങ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ വെച്ച് കഴിയുമ്പം അതിൻ്റെ പറഞ്ഞു തരാം. അപ്പം ഞാൻ അകത്ത് പോയി ചോദിച്ചുകൂടാ, എന്തോന്ന് വഴുതനങ്ങ ചെയ്യുന്നു, നിനക്ക് എന്തെങ്കിലും അറിയാമോ, നീ എന്തെങ്കിലും ഉപകാരത്തിന് ഇങ്ങോട്ട് വന്നോ, എനിക്ക് നിന്റെ വഴുതനങ്ങ വേണ്ടല്ലോ, ഞാൻ ചോദിച്ചോ നിന്നോട്? ചുമ്മാ പടിയല്ല. നാളെ ഒരു വീട്ടിൽ പോകുമ്പം അവർ ഓരോ തരത്തിൽ ഓരോന്ന് പറയും. ഞാൻ പിന്നെ പറഞ്ഞോട്ടെ, അവർ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും, ഞാൻ അത് കേട്ടോണ്ട് വേറെ ഒരിടത്തും ഇരിക്കും. ഓക്കെ എടാ വെക്കാൻ. നമ്മളിപ്പോൾ വന്നു, റൂമിൽ വന്നു, TV കണ്ടു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, വഴുതനങ്ങയുടെ ഒരു മണം വരുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ കലച്ചേച്ചി പ്രോത്സാഹിപ്പിക്കാൻ അവളെ പോലൊരു കൂടപ്പുറപ്പില്ല. നമ്മുടെ ഒരു കൊല ചെയ്താലും അവൾ നമ്മളെ അത് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ കൂടെ നിൽക്കും. കൂടെ നമ്മുടെ കൂടെ ജീവൻ കൊടുത്ത് നിൽക്കും. പിന്നെ കലച്ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട്, അല്ല പ്രസവിച്ചു ആൺകുട്ടി എന്നൊക്കെ പറയില്ലേ ഡോക്ടേഴ്സ് പോലെ, സക്സസ് മിനിമോളെ നീ വന്ന് കഴിച്ചു നോക്ക്. അമ്മ ഇങ്ങോട്ട് എടുക്കട്ടെ. അമ്മ ആരേ? എൻ്റെ അമ്മ ആരെ എടുക്കട്ടെ എന്ന് എനിക്ക് വേണ്ട മക്കളെ, എൻ്റെ കുഞ്ഞുമക്കളെ. ഈ മാതിരി പരീക്ഷണം ഇത്ര വർഷമായി നിങ്ങളെ. എൻ്റെ അമ്മയുടെ വർത്താനം ചിരിച്ച് കുടൽ വിരി. അമ്മ കഴിച്ചു നോക്കമ്മ, പൊടി പോണ അമ്മ. മക്കളെ ഇത്ര വർഷമായി ആർക്കും ഒരു ദ്രോഹം ഈ അമ്മ ചെയ്തിട്ടില്ല. സ്വന്തം മക്കൾ ഉണ്ടാക്കിയ വഴുതനങ്ങ കഴിച്ച് ആപത്തായി എന്നൊരു ആ ശാപം നിങ്ങളെ ചുറ്റി വരും. അമ്മ ശാപം. അമ്മ കൂടെ സംസാരിക്കണം. ഇപ്പൊ കണ്ടോ അമ്മ എന്ന് പറഞ്ഞിട്ട്